എല്ലാവർക്കും സുബസാറാണ്. നമ്മളിന്ന് 10ാം ക്ലാസ്സുകാർക്ക് വേണ്ടി മറ്റൊരു അടിപൊളി ക്വസ്റ്റൻ ആണ് ഫ്രം സോളിഡ്സ്. ഏറ്റവും ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ്. ഇതും ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്തതാണ് എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. എക്സാമിന് വരുന്നതുമാണ്. നമ്മൾ അങ്ങനത്തേവിനെ കുറെ പ്രാക്ടീസ് ചെയ്യണം. നന്നായിട്ട് ക്വസ്റ്റ്യനൊക്കെ വായിക്കണേ. നമ്മൾ പലർക്കും പറ്റുന്ന അബദ്ധം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ടീച്ചേഴ്സ് ഇങ്ങനെ ക്വസ്റ്റ്യൻ വായിച്ചു തരും, നമ്മൾ ഇങ്ങനെ രസകരമായിട്ട് കേട്ടിരിക്കും. ടീച്ചേഴ്സ് അതിനെ കുറിച്ച് പറയും, നമ്മൾ രസകരമായിട്ട് മനസ്സിലാക്കും. അത് കഴിഞ്ഞ് ടീച്ചേഴ്സ് കുറച്ചൊന്ന് എഴുതി തുടങ്ങുമ്പോൾ നമ്മൾ എഴുതി തുടങ്ങി പഠിച്ചെന്നൊക്കെ വിചാരിക്കും. വളരെ വലിയൊരു അബദ്ധമാണ്. നമ്മളിപ്പോൾ ചെയ്യുന്നത്, ഇപ്പൊ കിട്ടുന്ന ടൈം നിങ്ങൾ ഓരോരുത്തരും ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ തന്നെ മീൻസ് വേറെ ഒരാളുടെയും സഹായമില്ലാതെ തന്നെ വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നെങ്കിൽ നിങ്ങൾ വിജയിച്ചവിടെ. അല്ലാതെ നിങ്ങൾ വിജയിച്ചു എന്ന് പറഞ്ഞതിൽ ഒരു അർത്ഥവുമില്ല. ഈ ക്വസ്റ്റ്യൻ തന്നെ ഇപ്പൊ ഞാൻ വായിക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ വായിച്ച് നിങ്ങൾക്ക് എന്തുമാത്രം മനസ്സിലാകുന്നു എന്നുള്ളത് ആദ്യം നോക്കുക. എന്നിട്ട് വേണം, കാരണം ഇത് പഠിച്ചു കഴിഞ്ഞ ശേഷമായതുകൊണ്ടാണ്. നമ്മൾ പഠിക്കുമ്പോഴാണെങ്കിൽ ഓക്കെ, ഇതെല്ലാം ഒന്ന് പഠിച്ചു കഴിഞ്ഞല്ലോ. ഇനിയിപ്പോ നമ്മൾ ചെയ്യേണ്ടത് തന്നെ വായിച്ച് എന്തുമാത്രം മനസ്സിലാവുന്നത്. അതാണ് എക്സാമിന് മുൻപുള്ള നമ്മുടെ ടൈം. അല്ലാതെ പിന്നെ അതിങ്ങനെ പറഞ്ഞു തന്ന് പോവുകയാണെങ്കിൽ പിന്നെ നമുക്ക് എക്സാമിന് എന്നിട്ടും വലിയതായിട്ടൊന്നും ചെയ്യാനില്ല. ഓക്കെ, പിന്നെ നമ്മുടെ ക്ലാസ് ഒക്കെ മനസ്സിലാവുന്നെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഒത്തിരി കുട്ടികളുണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ട്. പിന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം കേട്ടോ. നല്ല മാർക്കോടുകൂടി, ഫുൾ മാർക്കോടുകൂടി SSLC മാത്സിനെ കവർ ചെയ്യാനുള്ള എല്ലാ രീതിയിലുള്ള ക്ലാസ്, നോട്ട്സ് എല്ലാം കിട്ടും. താഴെ തന്നുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, തുടങ്ങാം അല്ലേ? ക്വസ്റ്റ്യൻ ഒക്കെ വായിച്ചോ? ഒന്ന് വായിച്ചേ, എളുപ്പം. തുടക്കത്തിലെ സെന്റൻസ് നോക്കിയാൽ കിട്ടില്ല സെന്റൻസാ. വോളിയം ഓഫ് എ കോൺ ഈസ് ഗിവൻ 240. ഓക്കെ, വോളിയം തന്നിട്ടുണ്ട്. വോളിയം തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും മോനെ? വോളിയത്തിന്റെ ഫോർമുല എഴുതണം. 1/3 πr² h = 240 π cm3 π ക്യാൻസൽ. ഇനി എന്തെങ്കിലും ഉണ്ടോ നോക്കണം മോനെ. എന്തെങ്കിലുമൊക്കെ കാണും. തോണ്ടറ കിടക്കുന്നു ഹൈറ്റ്, ദേണ്ട കിടക്കുന്നു ഹൈറ്റ്. ഈ എച്ചിനെ കൊണ്ട് 5 എന്ന് കൊടുക്കണം. ദാറ്റ് ഈസ് 1/3 × r² × 5 = 240. അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഇവിടെ ഇപ്പൊ 6h കിടക്കുക. 6h കൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാനുള്ള കഴിവില്ല. നമ്മൾ ഒരാളെ താടാം, ഞാൻ മറ്റേയാളെന്ന് കണ്ടുപിടിക്കാം, അത്രയൊക്കെ പറ്റുള്ളൂ. തന്നിട്ടുണ്ട് 5 ഹൈറ്റ് കൊടുത്തു. ഇനി ഇവിടുന്നാണ് പ്രശ്നം. ഇവിടുന്ന് ഈ 6 കണ്ടുപിടിക്കണം. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചോണേ. നമ്മൾ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ഞാൻ ഈ r² മാത്രമേ എഴുതുള്ളൂ. അവിടുന്ന് 6 കണ്ടുപിടിക്കാൻ റൂട്ടൊക്കെ എടുക്കാം. ഓക്കെ, ഈ 2 പേര് അപ്പുറത്ത് പോകണം. അപ്പുറത്ത് പോകുമ്പോൾ അപ്പുറത്ത് ആരുണ്ടായിരുന്നവനെ? 240 അവിടെ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അവിടെ തൊട്ട് ഇവർ 2 അങ്ങോട്ട് പോകുമ്പോൾ കേട്ടോ, ഇവിടെ 3 എവിടെയാ മോനെ കിടക്കുന്നത്? ഡിനോമിനേറ്ററിലെയോ? അവനെ മണ്ടയ്ക്കോട്ട് എത്തും കേട്ടോ. മണ്ടയ്ക്കോട്ട് എത്തുമേ. 5 താഴോട്ട് എത്തും. അത്രേ ഉള്ളൂ പണി. ഇതൊന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. നമുക്ക് കണ്ടുപിടിക്കേണ്ടതിന്റെ കൂടെ കുറെ നമ്പറൊക്കെ ഉണ്ടെങ്കിൽ അത് അപ്പുറത്ത് പോകണം. അപ്പുറത്ത് ചെല്ലുമ്പോൾ ഇവിടെ എവിടെയാണോ കിടന്നത് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, ഇനി ഇങ്ങോട്ട് വെട്ടാൻ നോക്കിക്കേ. ഇത് വെട്ടുമ്പോൾ നോക്കിക്കേ, 5 × 4 20. ശരിയല്ലോ? 24ൽ 20 ആയി. ബാക്കി 40 8. ഓക്കെ, r² ഈസ് ഈക്വൽ ടു 48 × 3 അല്ലെ? ആൻസർ വരുമ്പോൾ നോക്കിക്കേ, ദാറ്റ് ഈസ് r² = 48 × 3. 48 × 3 എന്ന് പറയുമ്പോൾ എത്ര വരും നോക്കിക്കേ? 3 × 8 24, 2 3 × 4 12, 2 14. നല്ല നമ്പർ. r = √144 = 12. ഓക്കെ അല്ലേ? നല്ല കുഴപ്പമില്ലാതെ. ഇവിടെ അങ്ങോട്ട് റൂട്ട് കിട്ടിയില്ലെങ്കിൽ ആകെ തൊല്ലയായി ഇല്ലയോ? നമ്മൾ വിചാരിക്കും, അയ്യോ ഞാൻ ആരെയാണ് ഇന്ന് കണ്ടത്, എനിക്ക് ഇങ്ങനെയൊക്കെ അബദ്ധം പറ്റിയല്ലോ ഇല്ലേ? എക്സാമിനെത്തുമ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ അബദ്ധം പറ്റാറുണ്ട്, എന്റെ ബാഡ് ലക്കാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മളെ തന്നെ ഇങ്ങനെ പഴിക്കും. തെറ്റാതെ ചെയ്താൽ എല്ലാം കൃത്യമായിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ അവനെ 12 കിട്ടി, 6 കിട്ടി, h ഉണ്ട്. 6 h ഉണ്ടെങ്കിൽ നമുക്ക് സ്ലാന്റ് ഹൈറ്റ് കിട്ടും. ഇവനെ കിട്ടിക്കഴിഞ്ഞു. സ്ലാന്റ് ഹൈറ്റിന്റെ ഫോർമുല എന്താ? L = √h² + r². ദാറ്റ് ഈസ് what is h? h എത്രയാണോ? 5 അല്ലയോ? അപ്പൊ 5ന്റെ സ്ക്വയർ 12ന്റെ സ്ക്വയർ. ഓക്കെ, ഇതെത്ര മോനെ? 5ന്റെ സ്ക്വയർ 25, 144, 169, 13. എന്ത് രസകരമായിട്ട് കിട്ടി കിടക്കുന്നു അല്ലേ? ഒരു പ്രശ്നമില്ല. വണ്ടി അങ്ങ് വിട്ടുപോയാൽ മതി, എങ്ങും തടസ്സമില്ല. ഓക്കെ, അപ്പൊ എല്ലാം കിട്ടി. ഇനി എന്താ വേണ്ടത്? TSA, ടോട്ടൽ സർഫസ് ഏരിയ. TSA ഫോർമുല എന്തായിരുന്നു മോനെ? πrl + πr². ദാറ്റ് ഈസ് ഈക്വൽ ടു π × r. എത്രയായിരുന്നു? 12 അല്ലയോ? ഓക്കെ, 12 × l 13. ഓക്കെ, പ്ലസ് π × r². 12ന്റെ സ്ക്വയർ. ഓക്കെ, πr². അപ്പൊ πrl πr². ഓക്കെ, 12 × 13 156 ആണ് കേട്ടോ. 12 × 13 ചെയ്യാൻ നോക്കിയാണേ. 12 × 13 ചെയ്യുന്ന ഒരു വഴി നോക്കിയാണേ. നിങ്ങൾക്ക് 13 നോക്കണ്ട. 12 × 13 അങ്ങ് 12 ആക്കിയാൽ എന്താ? 12 × 12 എത്ര മോനെ? 144. ഒരു 12 കൂട്ടിയാൽ മതി കേട്ടോ. 156. ഓക്കെ,
അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പൊ 186 പൈ, പിന്നെ 144 പൈ. ആഹാ, അടിപൊളി. 186 144 ചേർന്നാൽ കറക്റ്റ് 300 പൈ ആയി. ഓക്കെ, അപ്പൊ അതും കിട്ടി അല്ലേ? നമുക്ക് ടോട്ടൽ സർഫസ് ഏരിയ വേണമെങ്കിൽ ദാറ്റ് ഈസ് 300 × 3.14. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ എക്സ്ട്രാ ഉണ്ട് കേട്ടോ. ഫൈൻഡ് ആരമനെ കോസ്റ്റ്, ചെലവ്. ചെലവിനെ കണ്ടുപിടിക്കണം. എത്ര എണ്ണം? 400 എണ്ണം. എത്ര രൂപ വെച്ച്? 75 രൂപ വെച്ച്. എല്ലാം നിന്റെ ചെയ്തേക്കണം. ഇവനെ കൂടെ അതെല്ലാം നിന്റെ ചെയ്തേക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ അറിയോ? ടോട്ടൽ കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ് എന്ന് തന്നെ വേണം എഴുതാം കേട്ടോ. ടോട്ടൽ കോസ്റ്റ് ഓഫ് പെയിന്റിംഗ് 400 സച്ച് കോൺസ് ഈസ് ഈക്വൽ ടു, ഇത് കണ്ടുപിടിക്കണം കേട്ടോ. ഞാൻ ഇത് കണ്ടുപിടിച്ചില്ല, കണ്ടുപിടിക്കണേ. അപ്പൊ അത് കണ്ടുപിടിക്കാനൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലെ? ഞാൻ ചെയ്യുന്നില്ല, ചെയ്ത് കാണിച്ച് നിങ്ങളെ വഴി തെറ്റിക്കുന്നില്ല. നിങ്ങൾ തന്നെ ചെയ്തോണം. മീൻസ് നിങ്ങൾ ഈ ആരെങ്കിലും ഒന്ന് ചെയ്ത് കണ്ടാൽ പിന്നെ ആരും ചെയ്യത്തില്ല. നിങ്ങൾ തന്നെ ചെയ്യണം. എന്നിട്ട് ആ കിട്ടുന്ന ആൻസർ ആണ് ഈ കിട്ടിയേക്കുന്നത് വിചാരിക്കുക. ഇത് നമ്മൾ ഇൻറ്റു ചെയ്താണ് ഇത്. ഓക്കെ, അതിന് ഒരു 400 കൊണ്ട് ഇൻറ്റു ചെയ്യണം. ബുദ്ധിമുട്ടൊന്നും ഇല്ല. പിന്നെ ഒരു 775 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ ഫൈനൽ ആൻസർ ആയി മോനെ, പരിപാടി കഴിഞ്ഞു. ഓക്കെ, ഇതങ്ങ് തീർത്ത് കഴിഞ്ഞാൽ പണി തീർന്നു. അപ്പോൾ ഓക്കെ ആയി. ഞാൻ ഒന്നുകൂടെ പറയാം എന്തൊക്കെയാണ് നമ്മൾ ചെയ്തതെന്നുള്ളത്. ആദ്യം അവർ വോളിയം തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ വോളിയത്തിന്റെ ഫോർമുല ലെഫ്റ്റ് എഴുതി, എന്റെ വാല്യൂ റൈറ്റ് സൈഡ് എഴുതി. അവിടെ എച്ച് തന്നിട്ടുണ്ടായിരുന്നു എത്ര മോനെ? 5 അല്ലേ? അവിടെ എച്ചിനെ കൊണ്ട് വാല്യൂ കൊടുത്തപ്പോൾ ആർ സ്ക്വയറിന് കിട്ടുന്ന എത്രയായിരുന്നു? ആർ സ്ക്വയറിന് കിട്ടുന്ന 144. അവിടെ R = √144 12. ഓക്കെ, അതുവരെ ഓക്കെ. നെക്സ്റ്റ് എന്താ അവനെ? എല്ല് കണ്ടുപിടിക്കണം. സ്ലാന്റ് ഹൈറ്റ് വേണം, എന്തെങ്കിലല്ലേ സർഫസ് ഏരിയ പറ്റുള്ളൂ. ഇവിടെ എച്ച് ഉണ്ടായിരുന്നു, 6 കിട്ടി. ഇത് വെച്ചോണ്ട് നമുക്ക് L = √(x² + r²) ദാറ്റ് ഈസ് 12² + അല്ലെങ്കിൽ 5² + 12². കറക്റ്റ് ആയിട്ട് 169 13 കിട്ടി. നെക്സ്റ്റ് എന്താ അവനെ? TSA πRL + πr² കൂടെ നമ്മുടെ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് 1 കോൺ കിട്ടി. അതിന് 400 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 400 എണ്ണത്തിന്റെ ആവും. അതിന് 75 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ അതിന്റെ കോസ്റ്റും കിട്ടും പെയിന്റ് ചെയ്യാൻ. ഓക്കെ ആണല്ലോ? അപ്പോൾ നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പതുക്കെ ഒന്നുകൂടി ഇരുന്ന് കാണുക. ഞാൻ ഫാസ്റ്റ് ഒന്നും അല്ലല്ലോ അല്ലേ? ഫാസ്റ്റ് ആയിട്ട് തന്നെ പഠിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഫാസ്റ്റ് ആയിട്ട് ഇത്തിരി ആക്സിലേറ്റ് ചെയ്ത്. അല്ലെങ്കിൽ കുഞ്ഞു പതുക്കെ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ ഇങ്ങനെ പോകത്തുള്ളൂ. ഒരാൾ സ്പീഡിൽ പോകുന്ന കാണുമ്പോഴാണ് നമുക്ക് ആ സ്പീഡ് നടക്കാൻ തോന്നുന്നു. ഓക്കെ, അങ്ങനെയൊക്കെ വേണം പഠിക്കാൻ. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് കാണുക, പഠിക്കുക, മാക്സിമം ഷെയർ ചെയ്യുക. ഗുഡ് ബൈ.